പ്രീത, ഈ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ റഷ്യയിലേക്ക് പോകുന്നു എന്നൊരു വാർത്തയുണ്ടായിരുന്നു. അതിപ്പോൾ പോകുന്നില്ല എന്ന് പറയുന്നു. അദ്ദേഹം എന്തായാലും പോകുന്നുണ്ടോ? എന്താണ് അതിലൊരു അനിശ്ചിതത്വം? അനിശ്ചിതത്വം എന്ന് പറയുന്നത് ഒരു എന്താ പറയാ, അതൊരു വലിയ വിഷയമാകുമോ എന്നുള്ളൊരു ആശങ്ക കൂടി നിലനിൽക്കുന്നു. ഈ യാത്ര പോകാതിരിക്കുന്നത് ഒരു ആശങ്ക കൂടിയാണ്. കാരണം റഷ്യയും ഇന്ത്യയും തമ്മിലുണ്ടായിരുന്ന ഒരു ബന്ധം, അത് നമുക്കൊക്കെ അറിയാം, വളരെ നല്ലൊരു ബന്ധമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം യുക്രൈൻ ഡ്രോണുകളൊക്കെ ഉപയോഗിച്ച് റഷ്യയെ ആക്രമിച്ചിരുന്നു. ആ റഷ്യയെ ആക്രമിച്ച സംഭവത്തിനിടയിലും റഷ്യക്കുണ്ടായ ആ ഒരു വിഷയത്തിൽ സത്യത്തിൽ നമ്മളുമായിട്ട് റഷ്യ കുറച്ച് അധികം അടുത്ത ബന്ധമാണ് എന്നാണല്ലോ പറയുന്നത്. പക്ഷെ ഇന്ത്യ ഈ വിഷയത്തിൽ അപലപിച്ച് കണ്ടില്ല, മറ്റു രാജ്യങ്ങളും അപലപിച്ച് കണ്ടില്ല. പക്ഷെ ഇന്ത്യയും അതിലൊന്നും മിണ്ടിക്കണ്ടില്ല. എന്തുകൊണ്ട് മിണ്ടിയില്ല എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുമ്പോൾ തന്നെയാണ് ചേട്ടന്റെ ചോദ്യവും പ്രസക്തമാകുന്നത്. കാരണം എന്തുകൊണ്ട് അജിത് ഡോവൽ പോകണമെന്ന് പറഞ്ഞിരുന്നു, യാത്ര പോവേണ്ട സമയം കഴിഞ്ഞു, അദ്ദേഹത്തിന് പനിയാണ്, ഫ്ലൂ ആണ് എന്നൊക്കെയാണ് പുറത്തു വന്ന വിവരം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരാഴ്ചയോളം കഴിഞ്ഞു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അപ്പൊ ഈ ഒരാഴ്ച കഴിഞ്ഞിട്ടും അദ്ദേഹം പോയില്ല എന്ന് പറയുമ്പോൾ അവിടെ ഒരു സീരിയസ് ഇഷ്യൂ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. രാജ്യങ്ങൾ തമ്മിൽ എന്തോ ഇഷ്യൂ ഉണ്ട്. അതെ, അല്ലെങ്കിൽ അതെ, ആ തരത്തിൽ ചർച്ചകൾ പോകുന്നുണ്ട്. എന്തുകൊണ്ട് പോയില്ല എന്നുള്ളത് ആ രാജ്യാന്തര തലത്തിൽ പോലും ചർച്ചകൾ വരുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അപ്പോൾ അത് ഇങ്ങനെ നോക്കുമ്പോഴാണ് ഈ യുക്രൈനുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള വിഷയം വന്നപ്പോഴും ഒക്കെ നമ്മളുടെ ഒരു നിശബ്ദത, എന്തുകൊണ്ട് നിശബ്ദമായിരിക്കുന്നു എന്ന് നോക്കുമ്പോൾ അവിടെ ഒരു ജെർക്കിങ് വന്നിട്ടുണ്ട്. കാരണം ഈ പാകിസ്ഥാൻ നമ്മളെ ആക്രമിച്ച സമയത്ത് നമ്മളുടേതായിട്ടുള്ള സൈനിക താവളങ്ങൾ, നമ്മളുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട നഗരങ്ങൾ, അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും കേന്ദ്രീകരിച്ചിട്ടാണ് അവരുടെ ആക്രമണം വന്നിട്ടുണ്ടായിരുന്നത്. ഡ്രോൺ ആയിക്കോട്ടെ, മിസൈൽ ആയിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, അതെല്ലാം പ്രധാനപ്പെട്ട ഇടങ്ങളിലേക്കാണ് വന്നത്. അത് അപ് ടു ബോട്ടം എന്ന് പറയുന്നത് പോയിന്റ് ഔട്ട് ചെയ്തിട്ടാണ് അതിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ വന്ന സമയത്ത് ഇതെങ്ങനെ പാകിസ്ഥാന് ഇത്രയും വിവരങ്ങൾ കിട്ടി? അവരത്ര മോശം രാജ്യം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, അവരുടെ കയ്യിലും സാങ്കേതിക വിദ്യകളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് എങ്ങനെ കിട്ടി എന്നുള്ള പലതരത്തിലുള്ള അന്വേഷണങ്ങളും വിലയിരുത്തലുകളും ഒക്കെ പോകുന്നുണ്ട്. ഒന്ന്, ചൈനയിൽ നിന്നാണ് ഇത് പോകാനുള്ള സാധ്യത. ചൈന അവരെ ആ ഒരു സമയമൊക്കെ വളരെ അടുത്ത്, അതായത് ചൈനയ്ക്കും ഇന്ത്യ തകർന്നടിയുന്നത് ആവശ്യമായതുകൊണ്ട് സ്വാഭാവികമായും സഹായിക്കുമല്ലോ. അപ്പം ഇങ്ങനെ നോക്കുമ്പോഴാണ് റഷ്യ നമ്മുടേതായിട്ടുള്ള തന്ത്രപ്രധാനമായിട്ടുള്ള വിവരങ്ങൾ ചൈനയ്ക്ക് നൽകി എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. പക്ഷെ അത് നമുക്ക് സ്ഥിരീകരിക്കാനായിട്ടില്ല. പക്ഷെ എന്താ പറയാ, അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ, ചില മാധ്യമങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള സൂചനകൾ വരുന്നുണ്ട് എന്നുള്ള വിവരമുണ്ട്. അപ്പോൾ ഈ S-400 S-500 ആക്കി ഉള്ള നൂതനമായ രീതിയിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ നടത്തുന്നു. റഷ്യയിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, പ്രധാനപ്പെട്ട ആയുധങ്ങളെല്ലാം നമ്മുടെ നാട്ടിൽ വികസിപ്പിക്കാനായിട്ടുള്ള പദ്ധതികൾ വരുന്നു. ഒരു വമ്പൻ ഡീല് നമ്മുടെ രാജ്യത്തെ ഒരു ആയുധ നിർമ്മാണ, പ്രതിരോധ നിർമ്മാണ രംഗത്തെ ഒരു പ്രധാനപ്പെട്ട കമ്പനിയുമായിട്ടൊക്കെ വരുന്ന ഒരു സാഹചര്യമാണ്. റഷ്യയുമായിട്ട് നമ്മളുടെ പല ഇത്തരത്തിലുള്ള ധാരണകളും ഉടമ്പടികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് നമ്മളുടേതായിട്ടുള്ള ചില വിവരങ്ങളെങ്കിലും ലഭ്യമാവും. അവരുടേതായ സോഴ്സുകളും ഒക്കെ ഇവിടെ ഉണ്ടാവുന്നത്. അപ്പോൾ ആ തരത്തിൽ റഷ്യ നമ്മുടെ പ്രധാനപ്പെട്ട വിവരങ്ങൾ ചൈനയ്ക്ക് നൽകുകയും ചൈന ഈ വിവരങ്ങൾ പാകിസ്ഥാന് നൽകുകയും ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. അല്പം മുമ്പ് പറഞ്ഞ പോലെ ഇപ്പോൾ നമ്മൾ ഒരു കരാറിൽ ഒപ്പിടുമ്പോൾ ആ കരാർ ഇപ്പോൾ റഷ്യ, അപ്പോൾ അല്പം മുമ്പ് നമ്മുടെ ഗസ്റ്റ് പ്രശാന്ത്ജിയായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ റഷ്യയെ ഇപ്പോൾ ഉക്രൈൻ ആക്രമിച്ചു. റഷ്യയെ സംബന്ധിച്ച് റഷ്യ കാലങ്ങളായിട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. ഉക്രൈനും റഷ്യയും തമ്മിൽ ഇങ്ങനെ അവർക്ക് യുദ്ധമൊന്നും വലിയ വിഷയമൊന്നുമല്ല.
അതിന് പുറമേ നിന്ന് കളിച്ചിരിക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളാണ്, അതെ, അല്ലേ? അതെ, അത് ആ നാറ്റോ, ആ മറ്റു രാജ്യങ്ങൾ, ഫ്രാൻസ് വരെ ഉണ്ടെന്ന് പറഞ്ഞു, ജർമ്മനി വരെ ഉണ്ടെന്ന് പറഞ്ഞു. 1.5 വർഷത്തെ ഓപ്പറേഷൻ എന്നാണ് പറയുന്നത്. അപ്പൊ അതേ പറഞ്ഞു വെച്ചത് ഈ പറയുന്ന രീതിയിൽ അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തിന് യുദ്ധം പുത്തരിയല്ല. അപ്പൊ ഇത്തരത്തിൽ യുദ്ധ കരാറുകളൊന്നും ഈ റഷ്യക്ക് പുത്തരിയല്ല. ഇപ്പോൾ ഇന്ന മിസൈൽ വാങ്ങാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അത് ഇന്ന ആവശ്യത്തിനാണെന്ന് അവർക്ക് അനുമാനിക്കേണ്ടത്. മിസൈൽ വാങ്ങുന്നതല്ല, മിസൈൽ അവിടെ ഇപ്പോ അസ്ഥിരതയുണ്ട്, സാമ്പത്തിക അസ്ഥിരത റഷ്യയിലുണ്ട്. ആ റഷ്യയിൽ ആ അസ്ഥിരതയുള്ളത് കൊണ്ട് തന്നെ അത്തരത്തിൽ അസ്ഥിരതയുള്ള ഒരു രാജ്യത്ത് പുതിയ ഇത്തരത്തിലുള്ള വിമാനങ്ങളാവട്ടെ, ഇതിന് പ്രതിരോധ ഉപകരണങ്ങളാകട്ടെ വികസിപ്പിക്കുന്നതിന് ചില തടസ്സങ്ങൾ വരും. അതെ, അപ്പോൾ അതെല്ലാമാണ് നമ്മുടെ നാട്ടിലേക്ക് ഇപ്പോൾ വികസിപ്പിക്കാൻ. അവർ ടെക്നോളജി തരുന്നു, നമ്മൾ അത് വികസിപ്പിക്കുന്നു. അതെ, ആ തിയറി മാത്രമേ ഉള്ളൂ, ബാക്കി നമ്മൾ പ്രാക്ടിക്കൽ നമ്മൾ ചെയ്യുകയാണ്. അപ്പോൾ ഇതുമായിട്ടുള്ള ഉടമ്പടികൾ വരുമ്പോഴും നമ്മുടെ നാടിന്റെ ചില കാര്യങ്ങളെങ്കിലും അവർക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കാം ഒരു പക്ഷേ ഇത്തരത്തിലൊരു നീക്കുപോക്ക് നടന്നിട്ടുള്ളത് എന്നാണ് പറയുന്നത്. നമ്മൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നുണ്ട്, എണ്ണ വാങ്ങുന്നതും നമ്മൾ പറയുന്ന വിലയ്ക്കാണ്, നമ്മൾ പറയുന്ന കറൻസിയിലാണ് ആ എണ്ണ വിൽപ്പന പോലും നടക്കുന്നത്. അപ്പോൾ അവർക്കൊരു ഉപകാരവുമാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഉപകാരം എന്നൊന്നും പറയാനും പറ്റില്ല. എന്ന ഉപകാരമല്ലേ എന്ന് ചോദിച്ചാൽ ആ സമയത്ത് അതുമായിരുന്നു. അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തുന്ന സമയത്തുമായിരുന്നു അത്. അപ്പൊ അത് അവരുടെ മനസ്സിലുണ്ടാകാം. ആർക്കും ആരോടും പ്രത്യേകിച്ച് കടപ്പാടുകളില്ലാത്ത ഒരു ലോകമാണല്ലോ ഇന്ത്യയെ സംബന്ധിച്ച്. ഇന്ത്യ അങ്ങനെ തന്നെയാണ് പോകുന്നത്. അതെ, ഇന്ത്യയും അങ്ങനെ തന്നെ. നമ്മൾ ആരോടും റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ നമ്മൾ രണ്ട് ഭാഗത്തും ചേർന്നിട്ടില്ല. തീർച്ചയായിട്ടും നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് ഇതുവരെ പറഞ്ഞിട്ടേ ഇല്ല. രണ്ട് രാജ്യങ്ങളിലും പോയി രണ്ട് രാജ്യങ്ങളോടും നമ്മൾ പറഞ്ഞത് യുദ്ധം അവസാനിപ്പിക്കണം എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു. രണ്ടുപേരെയും ഹഗ് ചെയ്തിട്ടുണ്ട് മോദി. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ. അപ്പോൾ റഷ്യ എന്തുകൊണ്ട് ചെയ്തു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, റഷ്യ ഈ പറയുന്ന സമയത്തൊക്കെയും യുക്രൈൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ചൈനയുമായിട്ടൊക്കെ റഷ്യ അടുക്കുന്ന ഒരു സമയമാണ്. അതായത് RIC, റഷ്യ, ചൈന, റഷ്യ, ഇന്ത്യ, ചൈന, ആ ഒരു ബന്ധം കൂടുതൽ ശക്തമാകണമെന്ന് പറയുന്ന ഒരു സാഹചര്യം കൂടിയാണ്. മാത്രമല്ല ഈ സമയത്ത് ചൈനയ്ക്ക് കുറച്ച് മുൻഗണന നൽകാനുള്ള സാധ്യതയും അവിടെയുണ്ട്. കാരണം ഈ റഷ്യക്ക് സാമ്പത്തികമായിട്ട് ചില കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ചൈന എന്നുള്ള കാര്യങ്ങളുമൊക്കെ ഇടപാടുകളൊക്കെ നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളുമൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇത് നമ്മൾ പൂർണ്ണമായിട്ടും ഒരു ആധികാരികമായിട്ട് പറയുന്നതല്ല, അത്തരത്തിലുള്ള വാദങ്ങളും കേൾക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, അപ്പോൾ സാമ്പത്തികമായിട്ട് ചൈനയെ ആശ്രയിക്കുമ്പോൾ ചില കാര്യങ്ങളിൽ ചില സമയങ്ങളിൽ നമ്മളൊരു നീക്കുപോക്ക് എന്ന് പറയുന്ന പോലെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഈ നമ്മൾ പറഞ്ഞ ആ RIC എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം, അതിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ഈ 3 രാജ്യങ്ങളും ചേർന്ന് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് റഷ്യ കാര്യമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് എന്ന് പറയുമ്പോഴും ഈ ചൈനയുമായിട്ടുള്ള ഈ ഒരു അടുത്ത ബന്ധം, സാമ്പത്തികമായിട്ട് ഒരാൾ നമ്മളെ സഹായിക്കുമ്പോൾ നമ്മൾ അവരുടെ വരുതിക്ക് നിൽക്കേണ്ടി വരുന്ന ഒരു കാര്യം അവിടെ സംഭവിക്കുന്നുണ്ടാകാം എന്നുള്ളത് കൊണ്ട് ഇന്ത്യക്ക് റഷ്യയുടെ ഈ ഒരു കാര്യത്തിൽ ഈ ഒരു ചോദ്യമുന അല്ലെങ്കിൽ ഈ ഒരു സംശയമുന അവിടെ ഒരു ആശങ്ക ഇന്ത്യക്കുണ്ട്. ഒരു പക്ഷേ ഇങ്ങനെ ഒരു ചായ്വ് സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഇന്ത്യ ആലോചിച്ചു തീർന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഏത് എത്ര കൊമ്പനാണെങ്കിലും യുദ്ധമാണെങ്കിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാകും, അവർക്ക് എന്തായാലും സംഭവിക്കും. അതെ അതെ. അപ്പോ റഷ്യ ഇന്ത്യൻ ഡാറ്റ ചൈനയുമായി പങ്കിട്ടതിന് പക്ഷെ പൊതുവായിട്ടൊരു കാര്യമായ സ്ഥിരീകരണങ്ങളൊന്നും വന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞതുപോലെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ചിലരൊക്കെ ഇങ്ങനെയുള്ള ഒരു സൂചന കൂടി കൊടുക്കുന്നുണ്ട്. ഒരു പക്ഷെ അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം അജിത് ഡോവലിൻ്റെ റഷ്യൻ സന്ദർശനം നീട്ടിവെച്ചത് എന്നാണ് തോന്നുന്നത്.